ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നയനയോടും ദേവയാനിയോടും ഒക്കെ ഭയങ്കര കുശുമ്പായി മാറിയിരിക്കുകയാണ് കേട്ടോ, ജലജയ്ക്കും നവ്യയ്ക്കും ഒക്കെ. അങ്ങനെ ജലജ പ്ലാൻ ചെയ്യാണ് നവ്യ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട, നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കണം. അങ്ങനെ അവരെല്ലാവരും ദുഃഖിക്കുന്ന കാണണം. അനന്തപുരിയുടെ അനന്തരാവകാശിയായിട്ട് ആദർശിൻ്റെ കുഞ്ഞുണ്ടാകാൻ പാടില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ട് ജ്യൂസിൽ വിഷം കലക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ജാനകി തട്ടിക്കളയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നയനി അത് കുടിക്കുന്നില്ലെങ്കിലും ഇതെല്ലാം ചർച്ചാ വിഷയമാവുകയാണ്. ആ സമയത്ത് നമ്മുടെ ചന്തുമോള് വിളിച്ചു പറയാണ്, ദേ ഈ അമ്മൂമ്മയാണ് ജ്യൂസിൽ വിഷം കലക്കിയത്, ഞാൻ കണ്ടതാ എന്തോ പൊടിയിട്ട് ഇളക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ചന്തുമോൾ ഈ കാര്യം പറയുമ്പം തീർന്നു പോവാണ് ജലജ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ മുമ്പിൽ. അപ്പോൾ ജലജ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുന്നൊക്കെ ഉണ്ടേ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അടുക്കളയിൽ എല്ലാവരും കൂടെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജലജയും നവ്യയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നയനയോട്, നയന മോള് കുറച്ച് ദിവസം ഇവിടെ ഇല്ലാതിരുന്നിട്ട് എന്തൊരു വിഷമായിരുന്നെന്നറിയാവോ, വീട്ടിലേക്ക് പോയിട്ട് പിന്നെ വരാതിരുന്നപ്പോഴേക്കും ഉറക്കം പോലും ഇല്ലായിരുന്നു എനിക്കും ആദർശം എന്ന് പറയുക. അപ്പോൾ നയന പറയുന്നുണ്ട്, അതമ്മേ അവിടുത്തെ കാര്യം അറിയാമല്ലോ, അവിടെ എന്തെല്ലാം വിഷമങ്ങളാണ് ഉള്ളതെന്ന്. ഇതിപ്പം അബി ജയിലിലായി, അതുപോലെ നന്ദുവിൻ്റെ വിവാഹം മുടങ്ങി, അങ്ങനെ ഇതെല്ലാം ഓർത്തിട്ട് അവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല വിഷമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഒരു ദിവസം നിന്നതെന്ന് പറയാം. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അതിന് എനിക്ക് പരിഭവമൊന്നുമില്ല, പക്ഷേ മോളില്ലാതിരിക്കുമ്പോൾ ഇപ്പം വല്ലാത്തൊരു വിഷമാണ് നേരത്തേതിലും, കാരണം ആദർശിൻ്റെ കുഞ്ഞ് വയറ്റിലുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ഇത് നമ്മുടെ ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, നവ്യയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ജലജ പറയാ, ഓ ആദർശിൻ്റെ കുഞ്ഞ് വയറ്റിലുള്ളത് കൊണ്ട് ഇവിടെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ മേലെന്നായിരിക്കും അല്ലേ. ആദർശിൻ്റെ കുഞ്ഞിന് മാത്രമേ ഉള്ളായിരിക്കും അനന്തപുരിയിൽ ഒരു സ്ഥാനം. ദേ അവിയുടെ ഒരു കുഞ്ഞ് അവിടെ തൊട്ടിലിൽ കിടപ്പുണ്ട്, അതിനെ ഒന്ന് നോക്കാൻ പോലും ഇവിടെ ആരുമില്ല. അത് ജനിച്ച് ഇവിടെ വന്നിട്ട് പോലും അതിനെ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ ആരും ഉണ്ടായിട്ടുമില്ല. ദേ ഇവളുടെ വയറ്റിലും അത് കുറച്ച് നാൾ കിടന്നതാ. ആ സമയത്തും ഇതുപോലുള്ള സ്നേഹവും പരിചരണവും ഒന്നും ആരുടെയും ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നവ്യം പറയും, ശരിയാ, അതെങ്ങനെ വരാനാ, അബിയെ വെറും പുറമ്പോക്കായിട്ടല്ലേ ഇവിടെയുള്ളവർ കണ്ടിരിക്കുന്നത്, അതുകൊണ്ടല്ലേ അവനെ ജയിലിലടച്ചിരിക്കുന്നത്. അവന് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തന്നെ ഇവിടെയുള്ളവരെല്ലാവരും കൂടി ശ്രമിക്കണം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കണം, അത്രയ്ക്ക് വലിയ തെറ്റല്ലേ അവൻ ചെയ്തത്. അപ്പം നയന് പറയും, ചേച്ചി കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്, ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു സംസാരമൊന്നും വേണ്ട. അബി തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അബിയെ അറസ്റ്റ് ചെയ്തതും കോടതിക്കും അത് ബോധ്യപ്പെട്ടു. ഇനിയിപ്പോൾ എന്തെങ്കിലും തെളിവുകൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോടതിയിൽ നിരത്താവല്ലോ, അപ്പോൾ അബിക്ക് ശിക്ഷ കിട്ടുകയല്ലോ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അബിക്ക് എന്തായാലും ശിക്ഷ കിട്ടുകയില്ല. അതിനിപ്പം നന്ദുവല്ല ആര് വിചാരിച്ചാലും അതൊന്നും നടക്കാനും പോകുന്നില്ല. പിന്നെ ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ വീട്ടിൽ ആർക്ക് അബിയെ ശിക്ഷിക്കണമെന്നാ ചിന്ത. അപ്പം ജലജ പറയേ, നീ ഒന്നും മിണ്ടാതിരിക്കെ, നിനക്ക് നിൻ്റെ കാര്യവും നിൻ്റെ ഭർത്താവിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങളാണ് അനന്തപുരിയിലെ രാജാവും രാജ്ഞിയും, അങ്ങനെ വാഴണം എന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം. അല്ലാതെ എൻ്റെ മോൻ ഇവിടെ എന്തെങ്കിലും ഒരു പരിഗണന നൽകുന്നുണ്ടോ? ഇല്ല. അനി അനാമീയമായിട്ട് തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞപ്പം അവനിപ്പോൾ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എല്ലാ ജ്വല്ലറികളിലും ഇപ്പോൾ നമ്പർ 1 എത്തിക്കാൻ അവൻ ശ്രമിക്കുന്നത്. അവൻ എത്ര ജ്വല്ലറിയുടെ ചുമതല കൊടുത്തു? എൻ്റെ മോൻ ആബിക്ക് ഒരു ജ്വല്ലറിയുടെ ചുമതല കൊടുത്തു. അവിടെ ഇപ്പോൾ ദേ ഇതാ കളിയും, അവിടെ നിന്ന് അവൻ കട്ടു മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ പാവത്തിനെ പിടിച്ച് ജയിലിൽ വിട്ടു. അപ്പോൾ ദേവയാനി പറയാം, പിന്നെ നിൻ്റെ മോൻ പാവം, അവൻ കണ്ണടച്ച് പാൽ കുടിക്കല്ലായിരുന്നോ? അവൻ ഒരു ജ്വല്ലറിയുടെ ചുമതല കൊടുത്തെങ്കിൽ ആ ജ്വല്ലറി നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോയെങ്കിൽ അവന് കൂടുതൽ അധികാരം കിട്ടില്ലായിരുന്നോ? പക്ഷേ അവൻ എന്താ ചെയ്തത്? അവിടെ നിന്ന് കക്കാനും മോഷ്ടിക്കാനും തുടങ്ങി. സ്വന്തം പേരിലുള്ള സ്ഥാപനം തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവനെ വീണ്ടും സംരക്ഷിക്കണം എന്നാണോ ജലജ നീ പറയുന്നത്? വേണ്ട, ആരും സംരക്ഷിക്കേണ്ട, എന്നെ എൻ്റെ മക്കളെ ആരും സംരക്ഷിക്കേണ്ട. അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നതും. അച്ഛനും അമ്മയും പറയുന്നത് ആദർശനും നയനയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാണ് ഇവിടുത്തെ അധികാരം മുഴുവനും സ്വത്ത് മുഴുവനും എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടില്ലേ, അതൊക്കെ അങ്ങ് നടക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയും, എന്താ ജലജെ അങ്ങനെ വല്ല ഇവിടെ നടക്കാൻ പോകുന്നുണ്ടോ എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ ജാനകിയും പറയാം, അനിയിപ്പം ജ്വല്ലറിയുടെ കാര്യമൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, നമ്പർ 1 സ്ഥാനത്ത് തന്നെ ആ ജ്വല്ലറി കൊണ്ടുപോകണമെന്ന് അവൻ്റെ ആഗ്രഹം. ഇപ്പം നമ്പർ 1 അടുത്ത മാസം അതുപോലെ നമ്പർ 1 ആക്കാൻ വേണ്ടിയിട്ട് അവന് ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. അതിന് ജലജ നീ അങ്ങ് ഇങ്ങനെ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല, അസൂയപ്പെട്ടു ഒരു കാര്യമില്ല. അബിക്കും അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. അബി അത്ര നല്ല രീതിയിലൊന്നും അല്ല അവിടെ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമല്ലേ, അതിൻ്റെ ശിക്ഷയല്ലേ അവന് കിട്ടിയിരിക്കുന്നത്.
ഓ, അതിൻ്റെ ശിക്ഷയായിരിക്കും. ഇനിയിപ്പോൾ അവനെ തൂക്കിക്കൊല്ലാനും കൂടെ വിധിക്കുമായിരിക്കും എല്ലാവരും കൂടി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആരും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം നവ്യ ഇടയ്ക്ക് കയറിയിട്ട് പറയാം, ഓ ഭയങ്കരമാണ് ഇവിടെ നടക്കുന്നതൊക്കെ കാര്യങ്ങളൊന്നും പറഞ്ഞാലുണ്ടല്ലോ. നേരത്തെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അബിയുടെ ഭാഗത്താ തെറ്റെന്ന. ഇപ്പോഴും മനസ്സിലായത് അബി ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം തന്നെ ഇവിടെയുള്ളവരുടെ വേർകൃത്യം കാരണം അവൻ ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ ജലജയും പറയാം, ശരിയാ മോളെ, അത് തന്നെയാ. ഇതൊന്നും ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോഴേക്കും ദേവയാനി പറയാം, നിർത്ത്, ഇനിയിപ്പോൾ ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ നിർത്ത്. അച്ഛനും അമ്മയും കേട്ടോണ്ട് വന്ന് അവരുടെ മനസ്സുകൂടി വിഷമിപ്പിക്കണ്ട. അപ്പോൾ ജലജ പറയാം, അവരുടെ മനസ്സിനി എന്ത് വിഷമിപ്പിക്കാനാ? അവരുടെ മനസ്സിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? ആദർശിൻ്റെ കുഞ്ഞു വരാൻ പോവല്ലേ? അതിൽ പരം സന്തോഷം അവർക്ക് എന്തുണ്ടാവാനാ? പിന്നെ അബിയാണെങ്കിൽ ജയിലിൽ കിടന്ന് കൊതുകടിയും കൊള്ളുന്നു. അത് അവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? എന്ത് തെറ്റ് ചെയ്തിട്ട് ആ പാവത്തിനെ അറസ്റ്റ് ചെയ്തിട്ടേന്ന് അറിയില്ലല്ലോ. അപ്പോഴേക്കും ദേവയാനി പറയാം, അവൻ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ജലജയെ അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യില്ലല്ലോ എന്ന് പറയുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും ബഹളമായിട്ട് നിൽക്കുക. അപ്പോൾ ദേവയാനി പറയാം, നൈനെ ബാ, നീ വന്ന് ഭക്ഷണം കഴിക്കുക. നീ സമയത്ത് ഭക്ഷണം കഴിക്കണം. നീ ഒരു ഗർഭിണിയല്ലേ, നിൻ്റെ വയസ്സിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ഇവിടെ ഇങ്ങനെയുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ മോളുടെ ആരോഗ്യം സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയാം. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാതെ കണ്ണിക്കടി പിടിച്ച് നിൽക്കുക ജലജ. അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേ ജലജ റൂമിൽ ചെന്ന് നവ്യോട് പറയുക, നീ കണ്ടില്ലേ നയനയോടുള്ള അവരുടെയൊക്കെ കരുതൽ? നീ ഗർഭിണിയായി ഇവിടെ ഇരുന്ന സമയത്ത് നിന്നെ ആരെങ്കിലും കരുതിയോ? ഇല്ലല്ലോ. അപ്പം നയന പറയാം, ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ അബിയെ കാണാനൊന്ന് ജയിലിൽ പോകുന്നുണ്ട്, എനിക്ക് അവനോട് പോയിന്ന് സംസാരിക്കണം. അവനെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത്? അവൻ ചെയ്ത തെറ്റെന്താന്ന്? പാവം, ആ മനസ്സ് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുക. അപ്പം ജലജ പറയാം, ശരിയാ, ഞാൻ വരുന്നില്ല, നീ തന്നെ ചെന്ന് കാണും. ജാമ്യവും കിട്ടിയില്ല, ഇനി എത്ര ദിവസം അവനകത്ത് കിടക്കണാവോ എന്നൊക്കെ പറയാം. അങ്ങനെ നവ്യ പോവാണ് അബിയെ കാണാൻ ചെല്ലുമ്പം നന്ദുവിനെ കാണും. അപ്പം നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്തിനാ വന്നേന്ന് ചോദിക്കുക. അപ്പോഴേക്കും നവ്യ പറയാം, പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ ജയിലിൽ കിടക്കല്ലേ, എനിക്കിവിടെ വന്ന് കാണാൻ പറ്റില്ലേ? അതിനുള്ള അവകാശം പോലും ഇല്ലേ എന്ന് ചോദിക്കുമ്പം നന്ദു പറയാം, വെറുതെ ചേച്ചി ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, എന്ത് കണ്ട് സംസാരിക്കാനാ? അത് തന്നെയല്ല, തർക്കിക്കാനൊന്നും ഇനി നിൽക്കണ്ടെന്ന് പറയാം. ഓഹോ, നീ എല്ലാം കാട്ടിക്കൂട്ടി വെച്ചിട്ട് ഇനിയിപ്പം നീ തർക്കിക്കാൻ നിൽക്കണ്ടെന്നല്ലേ? അതുമാത്രമല്ല നന്ദു, നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരി വന്ന് കയറണം. അതിന് വേണ്ടിയിട്ട് നായനെയും ആദർശനെ സുഖിപ്പിക്കണം. അതിനു വേണ്ടിയാണ് അബിയോട് ഈ ചെയ്തത്. പോരാത്തതിന് മുത്തശ്ശനെയും കൂടെ കയ്യിലെടുക്കാൻ ഇവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇവിടെ ഇട്ടാൽ മതി. അല്ലാതെ ഇവൻ ആ കൊലപാതക കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് നീ മനസ്സിലോർത്തോ. പക്ഷെ നിന്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല. ഞാൻ സമ്മതിക്കില്ല അതിന്. മാത്രമല്ല അവിടെ ഇളയമ്മ ഒട്ടും സമ്മതിക്കില്ല. ഇളയമ്മ പറഞ്ഞിട്ടുണ്ട്, അനിയുടെ ഭാര്യയായിട്ട് വേറെ ആര് വന്നാലും നന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ലെന്ന്. ഒരു വീട്ടിൽ നിന്ന് 3 പെൺകുട്ടികൾ മരുമക്കളായിട്ട് അനന്തപുരിയിലേക്ക് വരുന്നതിനോട് അവർക്ക് ഒരു താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പറിച്ചെറിഞ്ഞേരെ എന്ന് പറയുമ്പോൾ നന്ദു പറയേ, ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതൊക്കെ സംസാരിക്കാനുള്ള ഒരിടവല്ല ഇത്. ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കണ്ട, വേണമെങ്കിൽ പോയി ഭർത്താവിനെ കാണാമല്ലോ, കണ്ടോ എന്ന് പറയാം. അങ്ങനെ ലോക്കപ്പിലേക്ക് പോവാണ് നമ്മുടെ നവ്യ. അവിടെ ചെല്ലുമ്പോൾ അബി ഇങ്ങനെ കിടക്കുക കേട്ടോ, ജയിലിലെ വേഷമൊക്കെ ഇട്ടിട്ട് അബി ആ വാതിക്കലോട്ട് എണീറ്റ് വരിക. അപ്പോഴേക്കും നവ്യയ്ക്ക് അങ്ങ് വിഷമം വന്ന് നവ്യയുടെ കണ്ണിക്കൂടെ വെള്ളം ഇങ്ങനെ വരിക. നവ്യ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയുക, അബി നിനക്ക് ഇവിടെ എങ്ങനെയുണ്ട്? നീ എങ്ങനെ ഇവിടുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അബി പറയാം, അല്ലാതെ പറ്റില്ലല്ലോ, ഓരോരുത്തർ കരുതി കൂട്ടി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ചെയ്താൽ പിന്നെ അതിന് പരിഹാരം എന്താ ചെയ്യാൻ പറ്റുക? അനുഭവിക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന് പറയാം. അപ്പം നവ്യ പറയാം, ഞാൻ ആവശ്യത്തിലധികം നന്ദുവിനോട് തർക്കിച്ചു, ജാമ്യത്തിനായിട്ട് ശ്രമിച്ചു, ഒന്നും കിട്ടുന്ന മട്ടില്ല. കോടതി പോലും നിനക്ക് ജാമ്യം അനുവദിക്കുന്നില്ല. അത്രയ്ക്ക് എന്ത് വലിയ തെറ്റാ അബി നീ ചെയ്തത്? ജ്വല്ലറിയിൽ, അത് സ്വന്തം ജ്വല്ലറിയിൽ ചെറിയൊരു തീരുമാനം നടത്തിയതിനാണോ നിനക്ക് ജാമ്യം പോലും നിഷേധിച്ചിരിക്കുന്നത്? അപ്പോൾ അബിക്ക് ആകപ്പാടെ ഉരുണ്ട് കളിക്കുക. അതുകൊണ്ടല്ലല്ലോ അനഘയെ കൊല്ലാൻ പോയത് കൊണ്ടും അതുപോലെ നയനെ കൊല്ലാൻ പോയത് കൊണ്ടും ഒക്കെ ആണല്ലോ ഈ പണി കിട്ടിയതെന്ന് അബിക്കറിയാം. പക്ഷേ നവ്യയ്ക്ക് അതറിയില്ല. ആരും ഇതുവരെ ഒന്നും തുറന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ നവ്യ അവിടെ കിടന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊക്കെ കള്ളത്തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടാ, വെറും കള്ളത്തെളിവുകൾ. എനിക്കെതിരെ എന്ത് തെളിവുണ്ടായിട്ടാ നിന്റെ അനിയത്തി എന്തൊക്കെയാ കൊണ്ട് സമർപ്പിച്ചതെന്ന് അറിയില്ലല്ലോ. അതിനായിട്ട് നയനയും അതുപോലെ തന്നെ ആദർശും കൂട്ടും നിൽക്കും. അവരെല്ലാവരും കൂടെ എന്തോ വലിയ തെളിവുകൾ എനിക്കെതിരെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ജാമ്യം പോലും കിട്ടാതിരുന്നതെന്ന് പറയാം.
അപ്പം നവ്യ പറയുന്നുണ്ട്, അതെ, നന്ദുവിൻ്റെ ആഗ്രഹം എന്താണെന്ന് എനിക്കിപ്പം നന്നായിട്ടറിയാം. അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരി വന്ന് കയറാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. അതിന് കൂട്ടു നിൽക്കാമെന്ന് ആദർശം നയനയും പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടായിരിക്കും അവൾ ഈ കളിയൊക്കെ കളിക്കുന്നതെന്ന് പറയാം. അപ്പം അവിയും പറയാം, ശരിയാ, ദേ നമ്മളിത് അറിഞ്ഞു നിൽക്കണം. നന്ദുവും കൂടി ഇനി അങ്ങോട്ട് വരാൻ പാടില്ല അനന്തപുരിയിലേക്ക്. ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, ഇനി നന്ദുവും കൂടി അനന്തപുരിയിലേക്ക് വന്നാൽ അവിടെ നിന്റെ അനിയത്തി നയനയും നന്ദുവും ഒന്നാവും. ചേട്ടത്തെ അനിയത്തിയും കൂടെ ഒന്നായി കഴിഞ്ഞാൽ നിന്റെ സ്ഥാനം പുറത്തായിരിക്കും. പണ്ടേ അങ്ങനെ തന്നെയല്ലേ നിന്റെ വീട്ടിലും? നിന്റെ അനിയത്തിമാർ രണ്ടും നിനക്കെന്നും പാരകളല്ലായിരുന്നോ? ഇനി നന്ദു കൂടി അനന്തപുരി വന്നാൽ നീ അനന്തപുരിയിൽ നിന്ന് കെട്ടും കെട്ടി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ചേച്ചിയും അനിയത്തിയും ഒന്നിക്കാനായിട്ട് ഒരു വഴിയും നീ കൊടുക്കരുത്. അതിന് നീ എന്തും ചെയ്യണം. നന്ദുവിനെ ഒരിക്കലും അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരിയിൽ കയറാൻ സമ്മതിക്കരുത്. അതിനൊറ്റക്കെട്ടായിട്ട് നമുക്ക് നിൽക്കണം എന്ന് പറയണം. അത് കേൾക്കുമ്പം ഉടനെ തന്നെ അഭി അത് പറഞ്ഞു കഴിയുമ്പോൾ നവ്യം പറയാം, ശരിയാ, ഞാനും ഇത് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരെ, ഞാൻ അവളെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഒരിക്കലും അത് നടക്കില്ല എന്ന്. അനിയുടെ അമ്മ അതിന് സമ്മതിക്കുകയില്ല. അവിടുന്ന് ഒരു പെൺകുട്ടിയെ കൂടി അനന്തപുരിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്നൊറ്റ കളി തന്നെ നിൽക്കുകയാണ്. അത് ഞാൻ നന്ദുവിനോട് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കാം അഭി. അപ്പം പറയുന്നുണ്ട്, അവൾ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ആദർശൻ നയനിയെ അവൾക്ക് സപ്പോർട്ട് ചെയ്യും, അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസം അവൾക്കുണ്ട്, അതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അഭി പറയുക, ഈ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ പരാജയമായിരിക്കും, അത് നീ മനസ്സിലാക്കണം എന്ന് പറയുക. അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട്, ശരിയാടാ, എനിക്കെല്ലാം മനസ്സിലായി, നീ പലതും പറയുമ്പോൾ ഞാൻ അതിനെ എല്ലാം എതിർത്തിട്ടുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും. ഒരിക്കലും നന്ദുവിനെ അനന്തപുരിയിലെ മരുമകളായിട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പോൾ അബിക്ക് ഏകദേശം ഒരു സന്തോഷമൊക്കെ ആയി കേട്ടോ. ഇനി അടുത്തത് നായനക്കിട്ട് പാര വയ്ക്കണമല്ലോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അബി, അവിടെ ആ ഗർഭിണി ഉണ്ടല്ലോ നായന, നിൻ്റെ അനിയത്തി, അവളിപ്പം സന്തോഷിച്ച് തുള്ളിച്ചാടുമായിരിക്കും ഞാൻ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട്. അപ്പോഴേക്കും നവ്യ പറയാം, ഏകദേശം അങ്ങനെയൊക്കെയാ അവിടെ എല്ലാവർക്കും, ആർക്കും ഒരു വിഷമമൊന്നുമില്ല, നിൻ്റെ അമ്മയും ഞാനും മാത്രമേ അവിടെ വിഷമിക്കുന്നുള്ളൂ, പിന്നെ നയന അവൾക്കും ഞാൻ പണി കൊടുക്കും എന്ന് പറയുമ്പം അഭി പറയാ, വേണം, അവൾക്ക് പണി കൊടുക്കണം, അവളും ആദർശം ഒരുപാട് സന്തോഷിക്കാൻ പാടില്ല, അവരൊക്കെ ഇപ്പോൾ ഇതിനൊക്കെ പിന്നിൽ നമ്മളെ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണം, ഒരു ജ്വല്ലറിയുടെ ചുമതലയെങ്കിലും എനിക്ക് തന്നത് ഇല്ലാതാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ആദർശ് ഇങ്ങനെ ചെയ്യുന്നത്, അവനെന്നാലല്ലേ തലപ്പത്തെത്താൻ പറ്റുള്ളൂ, എന്നെ വെട്ടി വീഴ്ത്തി വേണം അവന് മുകളിലേക്ക് കയറാൻ, അതിനു വേണ്ടി കള തെളിവുകളൊക്കെ കൊടുത്ത് എന്നെ ഇങ്ങനൊരു അവസ്ഥയിലാക്കി, ഒരിക്കലും ആദർശം നിന്നെയും പറയുന്ന ഒരു കാര്യങ്ങളും നീ വിശ്വസിക്കരുത് കേട്ടോ എന്ന് പറയാം. അപ്പം നവ്യ പറയാ, അവർ പറയുന്ന ഒരു കാര്യവും ഞാൻ വിശ്വസിക്കുകയില്ല, ഇതുവരെ ഞാൻ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു, നിന്നേക്കാളും മുന്നായിട്ട് അവരെ ഞാൻ വിശ്വസിച്ചിരുന്നു, പക്ഷേ അപ്പോൾ അഭി പറഞ്ഞു കൊടുക്കുകയാണ്, പക്ഷേ ഇനി അവർ ചില കാര്യങ്ങളൊക്കെ പറയും, എന്നെക്കുറിച്ച് ഇല്ലാത്തത് പലതും പറയും, കോടതിയിൽ അവർ എന്ത് തെളിവാണ് സമർപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ല, ആ തെളിവുകളൊക്കെ നിൻ്റെ മുന്നിൽ സമർപ്പിക്കും ചിലപ്പോൾ, ഞാൻ തെറ്റുകാരനാണെന്ന് കാണിക്കാൻ, അതൊന്നും നീ വിശ്വസിക്കരുത്, അവർക്ക് എന്നെ പൂട്ടണം, അത്രയേ ഉള്ളൂ, ജ്വല്ലറികളിൽ നിന്ന് എന്നെ പുറത്താക്കണം, അനന്തപുരിയിൽ നിന്ന് നമ്മളെ പുറത്താക്കണം, അതിനുവേണ്ടി ചെയ്യുന്ന പണികളത് എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായ അബി എന്ന് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി പോകുമ്പം നന്ദുവിനെ ഒന്ന് വെല്ലുവിളിച്ചിട്ട് നവ്യ പോകുന്നുണ്ട് കേട്ടോ. നന്ദു, നീ ചെയ്തതിനൊക്കെ നീ അനുഭവിക്കും, അബി ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ഈ ജയിലിൽ കിടന്ന് നീ അനുഭവിക്കുന്നുണ്ടല്ലോ, അതിന് കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയ, സ്വന്തം ചേച്ചിയോട് തന്നെ നീ ഇങ്ങനെ ചെയ്യണമായിരുന്നു, നിനക്ക് ഇതിനുള്ള പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക നവ്യ. അങ്ങനെ നവ്യ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരിക്കുമ്പോഴാണ് നവ്യ വന്ന് കയറുന്നത്. അപ്പം നവ്യയോട് മുത്തശ്ശൻ ചോദിക്കുക, അല്ല നവ്യ മോളെ എവിടെ പോയതാണെന്ന് ചോദിക്കുക. അപ്പം നവ്യ ഒന്നും മിണ്ടാതെങ്കിൽ കയറാൻ പോകുമ്പം മുത്തശ്ശി ചോദിക്കുക, ചോദിച്ചത് കേട്ടില്ലേ നവ്യ? അപ്പോൾ നവ്യ പറയാണ്, അത് ഞാൻ എൻ്റെ ഭർത്താവിനെ കാണാൻ പോയതാ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, ഈ വീട്ടിൽ നിന്ന് ആരും ഒരു ജാമ്യത്തിന് പോലും ശ്രമിച്ചിട്ടില്ല, ഒന്ന് പോയി കാണുക പോലും ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കങ്ങനെ പറ്റില്ലല്ലോ, ഞാൻ അബിയെ കാണാൻ പോയതാന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയാ, നിനക്കറിയാമല്ലോ അബി ചെയ്ത തെറ്റെന്താന്ന്, അപ്പോൾ പിന്നെ ഈ കുടുംബത്തിലുള്ളവർ അവന് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയും അവനെ പോയി കാണുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല, ഈ കുടുംബത്തെ തകർക്കാൻ, ഈ കുടുംബത്തിൻ്റെ ബിസിനസ് തകർക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവൻ ശ്രമിച്ചത്, എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഞാൻ മൂർത്തീസ് ജ്വല്ലറി വളർത്തിക്കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല, വർഷങ്ങളുടെ പ്രയത്നമാണ് ഞാനത് അതിനു വേണ്ടി ചെയ്തത്, അതിനിടയ്ക്ക് ഒരു ചീത്ത പേരും ജ്വല്ലറിക്ക് ഉണ്ടായിട്ടില്ല, എന്നിട്ടിപ്പം ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടും ജ്വല്ലറിയിൽ നിന്ന് പണം കടത്താൻ വേണ്ടിയിട്ടുമൊക്കെ അവൻ സ്വീകരിച്ച മാർഗം എന്താണെന്ന് നവ്യയ്ക്ക് മനസ്സിലായില്ലേ, പിന്നെ ഇപ്പോഴും അവനെ ന്യായീകരിക്കുന്നത് എന്തിൻ്റെ പേരില? അതെനിക്ക് അവനെ ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ല, അവൻ ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല,
ആദർശേട്ടനല്ലേ എല്ലാ ജ്വല്ലറികളുടെയും MD ആയിട്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആദർശേട്ടൻ ചെയ്തു കൂട്ടുന്നത് എന്തെല്ലാമാണെന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ. ഇതിൻ്റെ അപ്പുറം പണം മോഷ്ടിച്ചിട്ടുണ്ടാവണം ഈ മഹാൻ. അതൊന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ എന്ന് പറയുമ്പം ആദർശ് ചാടി എണീറ്റിട്ട് പറയുക, നവ്യെ ദേ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ എൻ്റെ നേരെ ചുമത്തരുതെന്ന് പറയുക. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, നവ്യ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. ആദർശ് ഈ ജ്വല്ലറിയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആദർശ് ഈ ജ്വല്ലറിയിൽ നിന്ന് ഒറ്റ പൈസ മോഷ്ടിച്ചിട്ടില്ല. ഒരു വിധത്തിലും കള്ളത്തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ ജ്വല്ലറിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നവ്യ കയറി പൊയ്ക്കോളാൻ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി നവ്യ പോവുക. ആ പുറകെ നമ്മുടെ ജലജയും പോവാണ്. അപ്പോൾ ജലജ അവിടെ ചെന്ന് കഴിയുമ്പോൾ ജലജയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇവിടെ ഭയങ്കര അഹങ്കാരം നടക്കുന്നത്. നവ്യ ഗർഭിണി ആയതോടുകൂടി, നയന ഗർഭിണി ആയതോടുകൂടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളുടെ ആ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കണം. അബിയും ഞാനും കൂടിയായിരുന്നു പ്ലാൻ ചെയ്തതാ. ആ കുഞ്ഞുകൂടി വന്നു കഴിഞ്ഞാൽ അനന്തപുരിയിലെ അനന്തരാവകാശി ആ കുഞ്ഞായിരിക്കും. ഇനി ആ കുഞ്ഞിങ്ങോട്ട് വരുമ്പോൾ വയസ്സായി കാറ്റ് പോകാറായിരിക്കുന്ന അച്ഛനും അമ്മയും കൂടെ അതിന് ഈ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം നേരത്തെ തന്നെ അവർ പറഞ്ഞതാണ് ഈ അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം ആദർശിൻ്റെ കുഞ്ഞിനാണെന്ന്. അങ്ങനെ അതിനുള്ള അവസരം ഉണ്ടാവരുത്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പം ആദർശിനും നയനിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആരെയോ ഫോൺ എടുത്ത് വിളിച്ചിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചോദിക്കുക. അപ്പോൾ അവരും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു മരുന്നിനെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ജലജയ്ക്ക് ആ മരുന്ന് അവിടെ കൊറിയറായിട്ട് വരികയാണ്. അപ്പോൾ ജലജ പോയി അത് വാങ്ങിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ എന്നിട്ട് എടുത്തുകൊണ്ട് പോയി റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് മതി എനിക്ക്, ഈ ഒരു സാധനം ഇത് അവളുടെ ഉള്ളിൽ ചെന്നാൽ പിന്നെ അവളുടെ കുഞ്ഞുണ്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അന്ന് സംഭവിച്ച പോലെ പിഴ പറ്റാൻ പാടില്ല. അനാമികയ്ക്കും അവളുടെ അമ്മയ്ക്കും സംഭവിച്ചതുപോലെ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പാലിൽ ചേർത്ത് വെച്ചിട്ട് അവർക്ക് പണി കിട്ടി. ഇതിപ്പം പാലിലല്ല ജ്യൂസിലാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഏടത്തി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുമല്ലോ അവക്കെന്നും, അത് ചേർത്ത് കൊടുക്കും. ആരും അറിയാതെ അടുക്കളയിൽ വെച്ച് തന്നെ പണി നടത്തണം. ആരും മാറിയെടുത്ത് കുടിക്കാനൊന്നും സാധ്യതയില്ല. നോക്കി നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ഈ പൊടി എടുത്തിട്ട് അടുക്കളയിൽ മാറ്റി വെച്ച് അവിടെ നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനി ജ്യൂസൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ് നയനയ്ക്ക് കൊടുക്കാൻ. നയന ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം ജ്യൂസൊക്കെ എടുത്ത് ഇങ്ങനെ വച്ചിരിക്കുന്ന സമയത്ത് അവിടെ പോയി നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ജലജ. ജ്യൂസ് വെച്ചിട്ട് ദേവയാനി അങ്ങോട്ട് പോകുന്നുണ്ട്. നയനമോളെ ദേ ജ്യൂസ് ഇവിടെ വച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പോവാ. അപ്പോഴേക്കും ദേവയാനി വെച്ചിട്ട് പോകുന്ന ജ്യൂസിലേക്ക് ഈ പൊടി ആരും കാണാതെ ചുറ്റുപട്ടോ പക്കവും നോക്കിയിട്ട് ജലജ അങ്ങ് കലക്കി വച്ചിരിക്കുക. അപ്പോൾ ഇതേ സമയം ജലജ അടുക്കളയിൽ കിടന്ന് പരുങ്ങുന്ന കണ്ട് നമ്മുടെ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ജലജ നീ ഇപ്പോൾ പതിവില്ലാതെ അടുക്കളയിലൊക്കെ എന്ന് ചോദിക്കുമ്പം, എന്താ എനിക്ക് അടുക്കളയിൽ വന്നൂടെ എന്ന് ചോദിക്കുക. അല്ല നീ അങ്ങനെ അടുക്കളയിൽ കയറാറില്ലല്ലോ, ഇന്നിപ്പോൾ കുറച്ച് സമയമായിട്ട് ഇവിടെ കിടന്ന് പരുങ്ങുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം, അതെ എന്നെ എൻ്റെ മരുമോളെ ഒഴിവാക്കിയിരിക്കുക, ഇനി അടുക്കളയിൽ നിന്നും കൂടി ഞങ്ങളെ പുറത്താക്കാനുള്ള ഭാവമാണോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നീ എന്താച്ചാ ചെയ്തോളാൻ പറയുക. അങ്ങനെ ജാനകിക്ക് ഒരു സംശയം അടിച്ചിട്ടുണ്ട്. ഈ ജ്യൂസ് അവിടെ വെച്ചിട്ട് പോകുമ്പം അതിലാണെങ്കിൽ ഇത് കലക്കി വെച്ചിരിക്കുകയാണ് ജലജ. അത് ദേവയാനി തന്നെ ഈ ജ്യൂസ് എടുത്ത് കൊണ്ടുപോയി നയനയ്ക്ക് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുക, എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. നയനെ എടുത്ത് ഡ്രസ്സൊക്കെ മടക്കി വെച്ചേച്ച് വരുമ്പോഴേക്ക് ഈ ജ്യൂസ് ഇരിക്കുന്ന കണ്ട് എടുത്ത് കുടിക്കാൻ പോവാണ് കേട്ടോ. കുടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ജാനകി വന്നിട്ട് അത് തട്ടിക്കളയുക. ജാനകി പറയുന്നുണ്ട്, നയനെ നീ അത് കുടിക്കേണ്ടെന്ന് പറയാം. അപ്പം നയന് ചോദിക്കുക, അതെന്താ ഇളയമ്മേ? അതെ അടുക്കളയിൽ ഈ ജ്യൂസ് ഇരിക്കുകയായിരുന്നു, ജലജ അവിടെ കിടന്ന് പരുങ്ങുന്ന കണ്ടു. ജലജയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ, ഇപ്പം നിന്നോട് നല്ല ശത്രുതയുണ്ട്. പക്ഷേ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അന്ന് തന്നെ നവ്യയ്ക്ക് വേണ്ടി ആരോ പാലിൽ വിഷം കലക്കി വെച്ചില്ലേ അനാമിക എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തെങ്കിലോ അത്ര വിശ്വസനീയമല്ല. ഈ ജ്യൂസ് അവിടെ കുറച്ചു നേരം ഇരിക്കുകയും പതിവില്ലാതെ ജലജ അവിടെ കിടന്ന് കറങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് മോളെ ഞാൻ പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ജലജ അവിടെ ഒളിച്ചെന്ന് കാണുമ്പോൾ ജലജ പണി പാളിയില്ലോ എന്ന് തോന്നുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ ഒന്നും അറിയാത്ത ഭാവത്തിന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, എന്താ കാര്യം എന്ന് ചോദിക്കുക. അല്ല ഒന്നുമില്ല. അല്ല നീ എന്താ പറഞ്ഞത്? ഞാൻ അടുക്കളയിൽ നിൽക്കുന്നതാണ്, ഇവക്ക് കൊടുത്ത ജ്യൂസ് ഞാൻ ജ്യൂസ് വിഷം ചേർത്ത് വെച്ചെന്നാണോ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ് ജാനകിയോട്. അപ്പം ജാനകി പറയുന്നത്, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്, അന്ന് ഇവിടെ സംഭവിച്ച പോലെ ഇനിയും സംഭവിക്കാതിരിക്കണം, ഇത് കുടിക്കേണ്ട മോളെ എന്ന് പറഞ്ഞതാന്ന് പറയുക. അങ്ങനെ അങ്ങ് ചർച്ചയാവുകയാണ്. ജലജ എടുത്തിടുകയാണ് ഇതൊരു വലിയ വിഷയമായിട്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കിക്കുക. അപ്പോൾ മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ ഉണ്ട് ഇരിക്കുന്നിടത്ത് നിന്ന് ജലജ പറയാണ്, ഇവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതിപ്പോൾ ജാനകി പറയുന്ന കേട്ടില്ലേ, എനിക്ക് കൊടുക്കാൻ വെച്ച ജ്യൂസിൽ ഞാൻ വിഷം കലക്കി വെച്ചെന്ന്. എന്താ ഇതിനൊക്കെ തെളിവുള്ളത്? എന്നെയും കൂടി ഇനി ജയിലിൽ അടയ്ക്കാനാണോ നിങ്ങളുടെ ഭാവം എന്നൊക്കെ പറയുക. അപ്പം നമ്മുടെ ചന്തുമോൾ അവിടെ നിൽപ്പുണ്ട് കേട്ടോ.
ചന്തുമോള് പക്ഷെ കണ്ടായിരുന്നു ഇത്. ആ കൊച്ചു അടുക്കള വഴി ചെന്നപ്പോഴാണ് ജലജ ഇത് കലക്കുന്നത്. അത് അവിടെ നിന്ന് കണ്ടു. അങ്ങനെ ചന്തുമോൾ അവിടെ നിന്നിട്ട് ഇതെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്തുമോള് പറയാണ്, ഞാൻ കണ്ടതാ മുത്തശ്ശ, ഇവിടെ ആ ജ്യൂസിൽ ഈ മുത്തശ്ശി എന്തോ കലക്കുന്നത് ഞാൻ കണ്ടതാ. ഒരു കടലാസിൽ കൊണ്ടുവന്ന് പൊടിയിട്ട് കലക്കുന്നത് ഞാൻ കണ്ടതാന്ന് പറയാം. അപ്പോൾ ജലജ, എവിടെയാണ് നീ കണ്ടത്, എന്നാടി കണ്ടതെന്നൊക്കെ ചോദിച്ച് ചന്തുമോളുടെ അടുത്തോട്ട് ചീച്ച് ചെല്ലുമ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട ഒന്നും ഇനി പറയണ്ട എന്ന് പറയാം. അപ്പച്ചി ഇനി ഒന്നും മിണ്ടണ്ട, ചന്തുമോള് നുണ പറയില്ലെന്ന് പറയാം. പിന്നെ നുണ പറയില്ലെന്ന്, ഇവള് പെരുങ്കള്ളിയല്ലേ, ഇവളുടെ അമ്മ പെരുങ്കള്ളിയല്ലേ, അതുകൊണ്ടല്ലേ ഇവളും പെരുങ്കള്ളിയാ, ഇവൾ എന്താ കണ്ടത് എന്നൊക്കെ ചോദിച്ച് ചന്തുമോളെ അടിക്കാൻ ചെല്ലുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജെ ചന്തുമോളെ തൊട്ടു പോകരുത്, ആ കുഞ്ഞ് ഒരിക്കലും നുണ പറയില്ല. നീ എന്താ കാണിച്ച ജ്യൂസിൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഇവിടെ കാണിക്കാനാണെങ്കിലുണ്ടല്ലോ ഈ വീടിന് പുറത്തായിരിക്കും നിന്റെ സ്ഥാനം. നീ ഇതിനൊക്കെ തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്ക് സംശയമില്ല. ഇനി എന്തെങ്കിലും നയനമോളെ ഉപദ്രവിക്കാൻ നീ ശ്രമിച്ചാൽ പിന്നെ അനന്തപുരി തറവാടിൻ്റെ പടി പോലും നീ നിന്റെ മക്കളും കയറില്ല എന്ന് മുത്തശ്ശൻ പറയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്